ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ ആൾക്കാർ ചോദിക്കുകയാണ്, എന്താണ് CWF, എന്താണ് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ, ഇത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഇത് PSC ജോലിയാണോ, പിന്നെ MSWന് കേരളത്തിലുള്ള സ്കോപ്പ് എന്താണ്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ ഇൻസ്റ്റഗ്രാം DM. സത്യമാണ് പറയുന്നത് കേട്ടോ. അതിനുള്ള ഒരു ഉത്തരമായിട്ട്, ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ജോലി? പേര് പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിയാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹാരം കാണാനും അതിനുവേണ്ട നടപടികൾ എടുക്കാനും അവർ ഡെവലപ്പ് ചെയ്ത് എംപവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പോസ്റ്റാണ് ആക്ച്വലി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ. ഇത് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലൊക്കെയാണ് ഉണ്ടാവുന്നത്. വനിതാ ശിശു വികസന വകുപ്പുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും ഇത് റിക്രൂട്ട് ചെയ്യുന്നത് പഞ്ചായത്തുകളോ കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിലാണ്, പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തില്. എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയെന്നുള്ളത് പറയാം. ഇതിനുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നത് ഒരു പത്രത്തിൽ നിന്നാണ്. ഞാനതിൽ നോക്കിയപ്പോൾ അതിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ്. PG ഇൻ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് ഇതൊക്കെയായിരുന്നു അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു. അതിനുവേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. പൊതുവെ ഒന്നെങ്കിൽ അവിടെ കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക. ഇത് ഞാൻ കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 15 സംതിങ് ആൾക്കാർ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് സെലക്ട് ആയത്. പലരും ചോദിച്ചത് PSC ജോലിയാണോ എന്നുള്ളത്. അല്ല, PSC വഴി കിട്ടുന്ന ജോലിയല്ല ഇത്. ഇതൊരു കോൺട്രാക്ട് ജോലിയാണ്, ഒരു വർഷത്തോട്ട്, പെർമനന്റ് ജോലിയല്ല. ഞാൻ ആക്ച്വലി 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററിനുള്ളത്. അത് ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലുള്ളതാണ് അറ്റൻഡ് ചെയ്തത്. 2 സ്ഥലത്തും ഇന്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഓരോ സ്ഥലത്തും അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ കോർപ്പറേഷനിൽ പോയ സമയത്ത് അവർ ചോദിച്ച ചോദ്യങ്ങൾ മോസ്റ്റ്ലി റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്ത് ആയിരുന്നു. ലൈക്ക് MSc എങ്ങനെ എടുക്കുക, തോട്ട്സ് എന്താണ്, ജഡ്ജ്മെന്റ് എന്താണ്, MScയിൽ ഇതെങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചോദിച്ചത്. പിന്നെ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളെ പറ്റി ചോദിച്ചു. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, 40-ലധികം ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഇതിലാണെങ്കിൽ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷനിലുള്ള ഒരു പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാറുണ്ട് പൊതുവെ. അപ്പം അവിടെ കോഴിക്കോട് കോർപ്പറേഷനിലുള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് കൂടുതൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്റർവ്യൂ കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഈ ഒരു പോസ്റ്റിന്റെ ഇത് കാണുന്നത് പത്രത്തില്. അങ്ങനെ ഇതിന് അപ്ലൈ ചെയ്തു. ഇതിൽ ഇന്റർവ്യൂ ചോദിച്ചപ്പോഴും അതിൽ ICD സൂപ്പർവൈസറും പ്രസിഡന്റും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ചോദിച്ചത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു വുമൺ ആയിരുന്നു. വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള പല സ്കീമുകളെ പറ്റി ചോദിച്ചു, പല ആക്ടുകളെ പറ്റി ചോദിച്ചു. പിന്നെ എന്റെ എക്സ്പീരിയൻസുകൾ ചോദിച്ചു. ഞാൻ ചെയ്ത ഇന്റേൺഷിപ്പ്, ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, എസ്പെഷ്യലി വുമൺ റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു. പിന്നെ ഇതിൽ കുറെ ക്ലാസ്സുകൾ എടുക്കാൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ ആപ്റ്റ് ആണ് എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. അതായത് എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ക്ലാസ്സുകൾ എടുക്കാൻ ഇഷ്ടമാണ്, എസ്പെഷ്യലി മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ നല്ലതാണ് എന്നുള്ള ഒരു ഐഡിയ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഓരോ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് ഇടാറുണ്ടെന്നുള്ളത് പറഞ്ഞു. ആക്ച്വലി അവർ എന്നോട് ഒരു വീഡിയോ കാണിച്ചു തരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ഇന്റർവ്യൂ സെലക്ട് ആവുന്നത്. ഇനി എന്താണ് പണി എന്നുള്ളത് പറയാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ആകെ 2 or 3 months ആയിട്ടുള്ളൂ. ഞാനും ഇങ്ങനെ വെച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുന്ന വർക്കുകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണിത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തുകളിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റീസിൽ, കോർപ്പറേഷനിലൊക്കെ എല്ലാ വാർഡുകളിലുമായിട്ട് ജാഗ്രതാ സമിതികൾ ഉണ്ട്. ആക്ച്വലി പലയിടത്തും അത് നല്ലപോലെ പ്രവർത്തിക്കുന്നില്ല, പലയിടത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാ വാർഡുകളിലും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തു. ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു, എങ്ങനെയാ എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പിന്നെ ഓരോ വാർഡിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണാനുള്ളത്, വേണ്ട നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ചിലപ്പോൾ നമ്മൾ ഹോം വിസിറ്റ് നടത്തേണ്ടി വരും, ചിലപ്പോൾ അവരെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത് കൊടുക്കേണ്ടി വരും, രണ്ടുപേരും ഇരുത്തി സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും, നിയമപരമായിട്ട് പോകേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അതിനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചിലപ്പം ഇങ്ങനെ പോക്സോ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് പൊതുവെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അംഗനവാടി ബേസ് ചെയ്തിട്ടാണ് ഇതുവരെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അംഗനവാടിയിലുള്ളവർ അവിടെയുള്ള അടുത്തുള്ള സ്ത്രീകളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കും. പല വിഷയത്തിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ലഹരിക്കെതിരായിട്ട്, ഫോൺ അഡിക്ഷൻ, പിന്നെ വുമൺ മെന്റൽ ഹെൽത്ത്, ജനറൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, പിന്നെ ഓരോ വുമൺ റൈറ്റ്സ്, പോക്സോ, അങ്ങനത്തെ പല വിഷയങ്ങളിലും ഞാൻ ക്ലാസ്സുകൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2-3 മാസേ ആയിട്ടുള്ളൂ ജോലി ചെയ്തിട്ട്. അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് അറിയുന്നത്. പ്രോജക്റ്റുകളായിട്ടും സർവേസ് ആയിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഈ ജോലി കോൺട്രാക്ട് ജോലിയാണ്. 1 വർഷത്തെ കോൺട്രാക്ട് ആണ് ഉണ്ടാവുക. 1 വർഷം കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഞാൻ അന്വേഷിച്ച പല സ്ഥലത്തും ഈ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റേഴ്സ് ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് കോൺട്രാക്ട് ഇങ്ങനെ പുതുക്കിയാണ് കൊണ്ടുവരാം. അപ്പൊ എനിക്കാണെങ്കിലും അടുത്ത വർഷം
എനിക്ക് വേണമെങ്കിൽ ഈ കോൺട്രാക്ട് പുതുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ എനിക്കുണ്ട്. പല പഞ്ചായത്തുകളിലും ഇത് വന്നിട്ടില്ല, പലയിടത്തും വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പത്രത്തിലൊക്കെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ ജോലികൾ നോട്ടിഫിക്കേഷൻസ് വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. വേറെ ഒരു കാര്യമുള്ളത്, 2 വീലർ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പലരും പറയാറുണ്ട്. പലരും ഇന്റർവ്യൂവിൽ ചോദിക്കാറുണ്ട് 2 വീലർ ഉണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വർക്ക് ആണല്ലോ, അപ്പൊ നമുക്ക് പല സ്ഥലത്തും പോകേണ്ടേ ഉണ്ടാകും, പല അംഗനവാടികളിലും വീടുകളിലൊക്കെ പോകേണ്ടേ ഉണ്ടാവും. അപ്പൊ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാം, നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് പോവാം. എനിക്ക് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണമെന്നായിരുന്നു പണ്ടേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ ചെയ്ത ഫീൽഡ് വർക്കുകളും ഇന്റേൺഷിപ്പും ഒക്കെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ക്ലാസ്സുകൾ എടുത്ത് ഓരോരുത്തർ ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ ഉള്ള ജോലിയായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. സോ ഞാൻ ഈ ജോലിയിൽ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി. പിന്നെ എനിക്ക് ക്ലാസ്സുകൾ എടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഐ ആം സാറ്റിസ്ഫൈഡ്. ഇനി MSWന് ജനറൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള സ്കോപ്പുകൾ എങ്ങനെയാന്നുള്ളത് പറയാം. പൊതുവെ പറയുകയാണെങ്കിൽ അത്ര ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നാട്ടിലുള്ള ജോലി നോക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അപ്പൊ ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ ജോലി കിട്ടാൻ പ്രയാസമാണ്. അതിനുള്ള ഒരു മെയിൻ റീസൺ NGOs ഒന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം നോർത്ത് ഇന്ത്യയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ NGOs ഒക്കെ കുറവാണ്. NGOകളാണ് പൊതുവെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളും ഒക്കെ ഉണ്ടാവുക, അങ്ങനത്തെ ജോബ് പോസ്റ്റുകളൊക്കെ വരാം. അപ്പൊ നോർത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ജോലികൾ ഒരുപാടുണ്ട്. പിന്നെ ഉണ്ടാവല് പ്രോജക്റ്റുകളിലൊക്കെയാണ്. പല പ്രോജക്റ്റുകൾ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസിന്റെ ഒക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അതിൽ നമുക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റുകൾ വരാറുണ്ട്. പിന്നെ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലർ, ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്നുള്ള പോസ്റ്റുകളൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഒരു അറിവിലുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കാം. ഫ്രഷർ ആയിട്ടുള്ള ആൾക്ക് ഉള്ള ജോലി എന്ന് പറയുമ്പോൾ സാലറി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ആദ്യം നിങ്ങൾ സാലറി കുറവാണെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയിൽ കയറുക, എന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നല്ല ജോലിയിലോട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുകണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.